ജിമ്മി, ഈ ഏജൻസികളെക്കുറിച്ച് വാഷിംഗ് മെഷീനുകൾ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അത് പഴയകാലത്ത് CBI കൂട്ടിലടച്ച തത്ത എന്നൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് മറ്റ് ഏജൻസികളെ ഫലപ്രദമായി രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു എന്നതാണ് 2014 ശേഷമുള്ള പ്രത്യേകതയായിട്ട് വിലയിരുത്തുന്നത്. അതിൽ നമ്മൾ കേൾക്കാത്ത ഏജൻസികൾ പോലും ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ്. IT രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ആ അർത്ഥത്തിൽ കേട്ടിട്ടില്ല. ED ഉപയോഗിക്കുന്നു. അതും ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പണായിട്ട് ഉപയോഗിക്കുന്നത്. ആർക്കെതിരെ കേസെടുക്കുന്നോ അവർ ഇന്ത്യയിൽ ചേർന്നാൽ ആ കേസുകൾ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയും കാണുന്നു. അവിടെയാണ് റോയിയുടെ മരണം സംശയം ജനിപ്പിക്കുന്നത്. ഏജൻസികൾ ആയുധമായി ഉപയോഗിക്കുകയാണോ? ഏജൻസികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം പരിതസ്ഥിതി പല രീതിയിൽ ആളുകളെ സമ്മർദ്ദപ്പെടുത്തുന്ന ഒരുപാട് സംവിധാനങ്ങൾ, അത് രാഷ്ട്രീയമായാലും ബിസിനസ് ആയാലും മറ്റേത് മേഖലയായാലും അത് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം അങ്ങനെയാണ്, അതല്ലാത്തതുകൊണ്ട് എല്ലാം അങ്ങനെയല്ല. രണ്ടും പറയാൻ നമുക്കിപ്പോൾ പരിമിതികളുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായി, ഗൾഫിലുമൊക്കെ അറിയപ്പെടുന്ന ഫോബ്സ് മാസികയിൽ വരെ മുഖം വന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ട് 30 മണിക്കൂർ കഴിയുന്നു. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്നത്, എന്തിനാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചുള്ള വ്യക്തമായ യാതൊരു സൂചനകളും നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങൾ വായുവിലാണ്. ആത്മഹത്യാക്കുറിപ്പില്ല. എന്താണ് ഇൻകം ടാക്സ് ഏജൻസികൾ പരിശോധിച്ച് കണ്ടുപിടിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിവൊന്നുമില്ല. ഇൻകം ടാക്സ് ഏജൻസികളും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഈ IT ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അനധികൃതമായ സ്വത്തും അനധികൃതമായ പണവും അല്ലെങ്കിൽ വരുമാനവും കണ്ടുപിടിക്കാനുള്ള ഏജൻസിയാണല്ലോ. ഈ ഏജൻസിക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ ഏജൻസിയുടെ കീഴിൽ വരുന്ന കുറ്റങ്ങളെല്ലാം അത് നോൺ കോഗ്നിസബിളാണ്. എന്ന് വെച്ചാൽ കോടതിയിൽ നിന്ന് ഒരു മജിസ്ട്രേറ്റിൻ്റെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ അറസ്റ്റ് ചെയ്താലോ അത് സ്റ്റേഷൻ ജാമ്യമാണ്. നിസ്സാരമായി പുല്ലുപോലെ ജാമ്യം കിട്ടാവുന്ന ബെയിലബിൾ ഒഫൻസാണ്. ഈ രണ്ട് കാര്യവും ഇരിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വാറണ്ട് വന്നതായി അറിയില്ല. എന്ന് വെച്ചാൽ CJ റോയിയെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു നീക്കവും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം. ഇനി എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഡോക്യുമെൻറ്റുകൾ IT വിഭാഗം ഒപ്പിട്ട് റോയിയുടെ നിന്ന് വാങ്ങിക്കുകയാണ്, കോടാനുകോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് റോയ് സമ്മതിച്ചൊന്നേ ഇരിക്കട്ടെ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്താണ് പറയുന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറയുന്നത് അണ്ടർ ഡ്യൂറസ് എന്ന് പറഞ്ഞ CJ റോയ്ക്കോ അങ്ങനെയുള്ളവർക്കോ കൃത്യമായി വാദിക്കാനാവും. ഇന്ത്യയിൽ കസ്റ്റംസിന് മുമ്പിൽ ഒപ്പിട്ട് കൊടുത്തത് ഒഴികെയുള്ള എല്ലാം, EDക്ക് മുമ്പിൽ അടക്കം ഒപ്പിട്ട് കൊടുത്ത എല്ലാ ഡോക്യുമെൻറ്റുകളും കോടതിയിൽ ഇൻഅഡ്മിസിബിളാണ്. കാരണം സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തു കൊടുത്തു എന്ന് പറയാൻ പറ്റും. CJ റോയ് ഇതൊക്കെ അറിയാവുന്ന മനുഷ്യനാണ്. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന്, അറസ്റ്റിനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല, അങ്ങനെ വാറണ്ടുള്ളത് നമുക്കറിയില്ല. എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അതൊന്നും തെളിവായി നിൽക്കില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കെ എന്തുകൊണ്ട് CJ റോയ് വെടിവെച്ച് ജീവൻ ഒടുക്കി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തിയറികൾ ഇങ്ങനെ വായുവിൽ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംശയം, ഞാൻ ഈ അന്വേഷണ ഏജൻസികളെ സംശയിക്കാനല്ല ആദ്യ ഘട്ടം പറയാൻ പോകുന്നത്, തിരിച്ചാണ്. IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം തുടങ്ങി. ഇത് മണി ലോണ്ടറിങ് ആക്ടിലേക്ക് വല്ലതും, PMLA ആക്ടിലേക്ക് വല്ലതും പോകുന്നുണ്ടോ? ED ഇതിന് പിന്നാലെ വരുന്നുണ്ടോ? CJ റോയ് വളരെ വലിയ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളിൽ പെട്ടിട്ടുണ്ടോ? വെറും അനധികൃത സ്വത്തോ വെറും അനധികൃത ധനസമ്പാദനമോ മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ, മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കാരണം CJ റോയിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം സ്ലോവാക്ക് റിപ്പബ്ലിക്കിൻ്റെ ഓണററി അംബാസിഡറാണ്. നമ്മൾ റഷ്യയിലെ ഓണററി അംബാസിഡറെ കേട്ടിട്ടുണ്ട്, ശ്രീലങ്ക കേട്ടിട്ടുണ്ട്, അതുപോലെ ജർമ്മനി കേട്ടിട്ടുണ്ട്. ഇതെല്ലാം മലയാളികളാണ്. പക്ഷേ സ്ലോവാക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് യുഗോസ്ലാവിയയുടെ ഘട്ടമായി അങ്ങ് യൂറോപ്പിൽ കിടക്കുന്ന ഒരു ചെറിയ രാജ്യം. അതിൻ്റെ ഓണററി കൗൺസിലായിട്ട് വരുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ മണി ലോണ്ടറിങ് PMLA ആക്ടിൻ്റെ ഭാഗമായി EDയും മറ്റ് ഏജൻസികളും വരാൻ സാധ്യതയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ എന്തെങ്കിലും CJ റോയ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം IT വന്നപ്പോൾ തന്നെ ആത്മഹത്യയിൽ അഭയം തേടിയത്? ഇതൊക്കെ സ്വാഭാവികമായ സംശയങ്ങളാണ്. പക്ഷേ ഈ സംശയങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്യുന്നതാണ് കഴിഞ്ഞ 10-12 വർഷത്തെ ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടിക്രമങ്ങളെന്ന് പറയുന്നത്. 2014 ശേഷം മാത്രമല്ല, പല കാലത്ത് പല രീതിയിൽ നമ്മുടെ തന്നെ കേരളത്തിൽ തന്നെ പ്രിയപ്പെട്ട, കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ബിസ്ക്കറ്റ് രാജാവ് രാജൻ പിള്ള തിഹാർ ജയിലിൽ മരിക്കുന്നത് കോൺഗ്രസ് സർക്കാരിൻ്റെ കീഴിലാണ്. ഒരു തരത്തിലും ആ മനുഷ്യന് മരുന്ന് പോലും കൊടുക്കാൻ തയ്യാറാവാതെ തിഹാർ ജയിലിലെ തണുത്തുറഞ്ഞ ജയിൽ നിലത്ത് കിടന്ന് രക്തം വാർന്നാണ് ആ മനുഷ്യൻ മരിച്ചത്. ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. ആ വായിൽ നിന്ന് ചോര ഒഴുകി വരുന്ന രാജൻ പിള്ളയുടെ മൃതദേഹം അത് പിറ്റേ ദിവസം പത്രങ്ങളൊക്കെ വളരെ വലിയ വാർത്തയായിരുന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. വേണമെങ്കിൽ ബിസിനസ് റൈവലറിയുടെ പേരിലൊക്കെ ആളുകളെ പുഷ്പം പോലെ കൊല്ലാനുള്ള സംവിധാനവും ശക്തിയും കേന്ദ്ര ഏജൻസികൾക്കുണ്ട് എന്ന് പണ്ടേ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. 2014 ശേഷം മോദി സർക്കാർ വന്നതിന് ശേഷം, പണ്ട് CBI ആയിരുന്നെങ്കിൽ ഇപ്പോൾ
സാമ്പത്തിക മേഖലയിലേക്ക് കടന്നു കയറി അത് ED ആയാലും IT ആയാലും മറ്റൊരുപാട് ഏജൻസികളായാലും അവർക്കെല്ലാം ചെയ്യാനുള്ള അധികാരം വന്നിട്ടുണ്ട്. ED എടുക്കുന്ന കേസുകളിലും IT എടുക്കുന്ന കേസുകളിലും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും അവർ പ്രതികളാകുന്ന കേസുകൾ ഏതാണ്ട് 700% മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഈ എടുക്കുന്ന കേസുകളൊക്കെ ആരെങ്കിലുമൊക്കെ അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? കേസുകൾ ശിക്ഷിക്കുന്നത് തുലവും കുറവാണ്. അനന്തമായ കേസുകൾ നീണ്ടിരിക്കുക, കോടതികൾ കയറിയിറങ്ങുക, ജയിലിൻ്റെ പടിവാതിക്കൽ വരെ എത്തുക, ജയിലിൽ കിടക്കുക, അതാണ് സ്ഥിരം പരിപാടി. അതല്ലെങ്കിൽ നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ പേടിച്ച് മുട്ടുവിറച്ച് നേരെ BJPയിൽ ചെന്നാൽ പിന്നെ ആ കേസിനെക്കുറിച്ച് യാതൊരു ഉത്തരവുമില്ല. കഴിഞ്ഞ ദിവസം മരിച്ച മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം പെട്ടെന്ന് രാവിലെ NCP പിളർന്ന് അദ്ദേഹം BJP പക്ഷത്തേക്ക് കൂറുമാറുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളെല്ലാം അവസാനിക്കുന്നു. എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഇപ്പോൾ അദാനിയുടെ കയ്യിലിരിക്കുന്ന NDTVയെ എങ്ങനെയാണ് വളഞ്ഞു പിടിച്ചത്? NDTVക്കെതിരെ നിരന്തരം കേസുകൾ. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കേസുകൾ മുഴുവൻ വിട്ടുപോയത്. ഒരു തരത്തിലും ആ കേസുകൾക്ക് യാതൊരു സാങ്കത്യമില്ലെന്ന് മനസ്സിലായി. അപ്പോഴേക്കും പ്രണോയ് റോയുടെ കയ്യിൽ നിന്ന് ആ കമ്പനി അദാനിയുടെ കയ്യിലെത്തി. ബോംബെയിലെ വിമാനത്താവളത്തിൻ്റെ മെയിൻ്റനൻസ് ചാർജും ഗ്രൗണ്ടിൻ്റെ ചുമതലയുണ്ടായിരുന്ന GMR ഗ്രൂപ്പിനെ ഇതുപോലെയായിരുന്നു. റെയ്ഡ് നടത്തി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അതിനുശേഷം GMR ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് ഈ ബോംബെയിലെ എയർപോർട്ടിൻ്റെ ചുമതല ടെൻഡറിൽ നിന്ന് അവർ പിന്മാറുന്നു. അദാനി ഗ്രൂപ്പ് വരുന്നു. ചുരുക്കത്തിൽ വേട്ടപ്പട്ടികളെ പോലെ കേന്ദ്ര ഏജൻസികളെ അഴിച്ചുവിടുക, അതിനുശേഷം തങ്ങളുടെ വരുതിയിൽ ആളുകളെ എത്തിക്കുക. അത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല ബിസിനസ് പരമായിട്ടും. ഇന്ത്യയിലെ ഒരു പിടി മോദിക്ക് സ്തുതി പാടുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും ബിസിനസ് ഗ്രൂപ്പുകൾക്കും ബിസിനസ്സുകാർക്കും വേണ്ടി ബാക്കി എല്ലാവരെയും വളഞ്ഞു പിടിക്കുന്ന ഒരു രീതി നാട്ടിലുണ്ടെന്നുള്ളത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറുതെ പറയുന്നതല്ല. ഞാനിപ്പോൾ പറഞ്ഞ NDTVയുടെയും GMR ഗ്രൂപ്പിൻ്റെയും തെളിവ് ബിസിനസ് ലോകത്തു നിന്ന് നിരവധി സുവേന്ദ്ര അധികാരി പോലെയുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കൾ, എനിക്ക് തോന്നുന്ന ഒരു 10 പേരുടെയെങ്കിലും ചുമ്മാ ഇപ്പം നമുക്ക് പറയാൻ പറ്റും. 10 എണ്ണം കണ്ണടച്ച് പറയാം. കോൺഗ്രസിൽ നിന്ന് BJPയിൽ പോയത്, TMCയിൽ നിന്ന് പോയത് ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനാണ്. പിന്നെ അവരുടെ പേരുള്ള കേസിനെക്കുറിച്ച് ആരും കേൾക്കില്ല, ആരും കാണില്ല. അതുമാത്രമോ, ഓർമ്മയില്ലേ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ? ഇലക്ട്രൽ ബോണ്ടിൻ്റെ പിന്നെ ആരാണ് പൈസ ഇട്ടതെന്നൊന്നും ഒരു തരത്തിലും പുറത്തറിയില്ല എന്ന് ഉറപ്പായപ്പോൾ ആരൊക്കെയാണ് പണം കൊടുത്തതെന്ന് വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ഉത്തരവുടെ പുറത്തു വരുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ്. എന്താ, ഡൽഹിയിലെ മദ്യ അഴിമതി കേസിൽ അവിടുത്തെ അരവിന്ദ് കെജ്രിവാൾ അവിടുത്തെ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുപ്രതി 250 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിൽ കൊടുത്തത്. എത്രയോ ആളുകൾ, നാട്ടിലെ അഴിമതി കേസുകൾ പിടിക്കപ്പെട്ടവരെല്ലാം ക്യൂ ആയിട്ട് നിന്ന് ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഒരു ദിവസം രാവിലെ ഞെട്ടി, വൈകുന്നേരമായപ്പം മറ്റു വാർത്തകളുടെ പിന്നാലെ പോയി ബിസിനസ് ആസ് യൂഷ്വൽ. കേസിൽപ്പെടുന്ന ആളുകൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടാനുകോടി രൂപ BJPയിലേക്ക് മറിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഈ രാജ്യത്ത് ഒന്നും സംഭവിച്ചില്ല. NDTV കൈമറിഞ്ഞു പോയി. പല പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുകളും കേന്ദ്ര ഏജൻസികളുടെ ഹറാസ്മെൻറ്റിൽ പെട്ട് ഊഴലി അവസാനം ബിസിനസ്സൊക്കെ മറ്റു പലരെയും ഏൽപ്പിച്ച് പിന്മാറി. പല രാഷ്ട്രീയ നേതാക്കളും ജയിലിൽ പോയി. പല രാഷ്ട്രീയ നേതാക്കളും ഒരു ഉളുപ്പുമില്ലാതെ BJPയിലേക്ക് പോയി സ്വന്തം തടി കഴിച്ചിലാക്കി. ഇത്രയുമാണ് കഴിഞ്ഞ 10-12 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം. ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ടാക്സ് ടെററിസത്തിൻ്റെ 10-12 വർഷമാണ് ഇന്ത്യ കണ്ടത്. അങ്ങനെ ഇരിക്കെ ഒരു മനുഷ്യൻ തോക്കെടുത്ത്, ഇതിനിടയ്ക്ക് മറ്റു ചില ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ തന്നെ, ഇപ്പോൾ ഇദ്ദേഹത്തിനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയെ BJPക്ക് മറിച്ചുവിറ്റ് തടി കഴിച്ചിലാക്കുന്ന ആളുകളെ നമുക്കറിയാം. അപ്പോൾ അതൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണോ CG റോയ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ അഭിമാനമായൊരു മനുഷ്യൻ വെടിതുർത്ത് മരിച്ചത്? നമുക്കറിയില്ല. അദ്ദേഹത്തിനെതിരെ ഒരുപാട് തെളിവുകളുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ അതൊക്കെ റദ്ദ് ചെയ്തതാണ് കഴിഞ്ഞ 10-12 വർഷമായി ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടിക്രമങ്ങൾ. ടാക്സ് ടെററിസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി, അവരെ വരുതിയിലാക്കാൻ വേണ്ടി നടത്തുന്ന വേട്ടകളാണ്. അതോടൊപ്പം പല ആളുകളെ, ഇപ്പോൾ ഒരു കേരളത്തിൽ ജോലി ചെയ്തൊരു ഉദ്യോഗസ്ഥനെ അവസാനം പിരിച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടായി. മുതലാളി മാത്രമല്ല, ഡൽഹിയിലേക്ക് മുതലാളി മാത്രമല്ല, ഈ IT ED ഉദ്യോഗസ്ഥർ തന്നെ സ്വന്തം നിലയ്ക്കും പിരിവും കച്ചവടവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടികളാണ് ഡീൽ വയ്ക്കുന്നത്. 50 കോടി 100 കോടി കേസിൽ നിന്ന് ഒഴിവാക്കി തരാൻ. ഇതും ഓൺ റെക്കോർഡാണ്. ഉദാഹരണം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഒരു ഉദ്യോഗസ്ഥനെ ഇതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സർവീസ് തീരുന്നതിന് മുമ്പ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. ചുരുക്കത്തിൽ സത്യമേത് നുണയേത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ ചരിത്രം കുറച്ച് നാളായി ഒരു തരത്തിലുള്ള വകതിരിവുമില്ലാതെയുള്ള വേട്ടയാടലിൻ്റേതാണ്, ടാക്സ് ടെററിസത്തിൻ്റെതാണ്. ഞാൻ പറയുന്നതിന് കാരണം ഇത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മാത്രം കഥയല്ല. ഞാൻ പറയുന്നു, കേരളത്തിൽ 2 പ്രധാനപ്പെട്ട
ഇതുപോലെ തന്നെയുള്ള ബിൽഡേഴ്സിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ ഇപ്പോൾ IT റെയ്ഡുകളും പരിശോധന നടക്കുകയാണ്. ഇത് ഡിസംബറിൽ തുടങ്ങിയതാണ്. വളരെ വലിയൊരു പ്ലാൻ ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വളരെ വലിയ കുഴപ്പങ്ങൾ കൊണ്ടായിരിക്കാം അവരെ പിടിച്ചത്. പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനൊരു മനുഷ്യൻ നിസ്സാരമായൊരു കാര്യത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് കളയുമെന്നുള്ളത്. വല്ലാതെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകുമോ അതോ ശരിയായ ഒരു അന്വേഷണത്തിൽ അദ്ദേഹം അദ്ദേഹം പിടിക്കപ്പെട്ടതാണോ എനിക്കറിയില്ല. ചരിത്രം പക്ഷേ തിരിച്ച് വിശ്വസിക്കാനാണ് എന്നെ നിർബന്ധിക്കുന്നത്. ഒരു തരത്തിലും IT ED ഉദ്യോഗസ്ഥരെയും സംവിധാനത്തെയും വിശ്വസിക്കാനുള്ള തെളിവുകൾ നമുക്കില്ല, വിശ്വസിക്കാൻ പറ്റില്ല. റോയി നിർബന്ധത്തിന് വല്ലാതെ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ആത്മഹത്യ ചെയ്താവാനുള്ള സാധ്യത 50% മുകളിലാണ്. Meet the editors.